ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. ക്രൂ മെമ്പർ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ പേഴ്സണൽ ഹൈജീൻ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നമ്മുടെ ബോഡി ഓർഡറിനെയും ബ്രെത്ത് ഓർഡറിനെയൊക്കെ പറ്റി കൺസേൺ ആവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബോഡി വാഷ് ചെയ്യുക എന്നുള്ളത് ഡെയിലി ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളത്, അതായത് അണ്ടർ ആംസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുകളിലുള്ള ഹെയറുകളൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ മൗത്ത് ഓർഡറിനെ പറ്റിയിട്ടും കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. സോ ബ്രഷ് അപ്പ് ട്വൈസ് എ ഡേ ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡു ഹാവ് എ ലോട്ട് ഓഫ് വാട്ടർ. സോ ബീയിങ് എ വിമൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പീരിയഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. എയർക്രാഫ്റ്റ് ടോയ്ലറ്റിൻ്റെ യൂസേജിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ. അപ്പോൾ എനിക്കറിയില്ല ഇവരെവിടെയാണ് യൂറിനേറ്റ് ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് മടുത്ത ആൾക്കാരാണ്. കാരണം നമുക്ക് യൂറിൻ നിലത്തുനിന്ന് കാണാറുണ്ട്. അവിടെ ഹാൻഡ് വാഷ് ചെയ്യാറുള്ള ഫോസറ്റിൽ വരെ യൂറിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന ഇന്നർ വെയർസൊക്കെ ഞാൻ മാക്സിമം കോട്ടൻ്റെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആഫ്റ്റർ എവറി ഫ്ലൈറ്റ് വാഷ് യുവർ സ്റ്റോക്കിംഗ് ഓർ വാഷ് യുവർ സോക്സ് ദെൻ വെയർ ഇറ്റ്. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഞാൻ എന്ന് മുതൽ കേട്ടോ അന്ന് മുതൽ ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. നെയിൽ ഭയങ്കര നീറ്റായിട്ട് വെക്കാൻ നോക്കുക. ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. ബൈ.